നമ്മളിപ്പോൾ വാട്ടർഫോൾ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർഫോളിൻ്റെ പേര് ബാക്സു വാട്ടർഫോൾ എന്നാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു ബാക്സു ടെമ്പിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ആദ്യം കണ്ടിട്ട് വേണം, രണ്ടാമതാണ് ബാക്സു വാട്ടർഫോൾസിലോട്ട് പോകാനുള്ളത്. അപ്പോൾ നേരെ നടന്നു പോകാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവഴി നേരെ നമ്മുടെ ബാക്കിൽ നോക്കി നോക്കുക, അടിപൊളി വിഷ്വൽസാണ്. ഹോട്ടലൊക്കെ ഇങ്ങനെ മലയുടെ മുകളിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇതാണെങ്കിൽ 1964 നിർമ്മിച്ചിട്ടുള്ളൊരു അമ്പലമാണേ. ഓ, വെള്ളച്ചാട്ടം അടുത്തുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല തണുപ്പുണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും. അത്യാവശ്യം നല്ല തണുപ്പാണേ. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ അകത്ത് ഫോണും കൊണ്ട് കയറാൻ പറ്റില്ല. വാട്ടർഫോൾസ് ഇവിടെ എവിടെയോ ഉണ്ട്, അതിനി നോക്കണം. ഓക്കെ, ബാക്സ് വാട്ടർഫോൾ. അവിടെ ഒരു പൂളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. സ്വിമ്മിങ് പൂളാണ് കറക്റ്റായിട്ട്. അവിടെ ചോദിച്ചാടാ ബാക്സ് വാട്ടർഫോൾ എവിടെയാണെന്ന്. ആ, അതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന 2A വേ ടു വാട്ടർഫോൾസ്. അവിടെ ഗേറ്റൊക്കെ ഉണ്ടേ. പിന്നെ അവിടെ നിന്ന് ആൾക്കാർ നടക്കണം നോക്കി. എനിക്ക് ഇവിടെ നിന്ന് അങ്ങ് ഒരുപാട് ദൂരം പോകണം തോന്നുന്നു കേട്ടോ, മുകളിലോട്ട് വാട്ടർഫോൾസ് കാണാനായിട്ട്. ഓ ഓയേ, ആ ഓക്കെ ഓക്കെ. ഇതാ ദൂരെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ. സത്യം പറഞ്ഞാൽ ഇതാണ്ട് ആ ഭാഗത്താണ് വാട്ടർഫോൾസ്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ വലിയ വെള്ളമെന്ന് പറയില്ല കേട്ടാ, കുറച്ച് വെള്ളമേ ഉള്ളൂ. എനിക്കാണ് ഇതിപ്പോൾ വെള്ളം ഇല്ലാത്ത സമയമല്ലേ. ഇതാണ്ട ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും. വരണ്ട് കിടക്കുകയാണ് ഇവിടെ. അതാണ്ട വെള്ളമൊന്നും അങ്ങനെ വലുതായിട്ടില്ല. അവിടെ കുറേ ബുദ്ധിസ്റ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ. ഇതാ നമ്മളിപ്പോൾ ബാക്സ് വാട്ടർഫോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വാട്ടർഫോൾ എന്ന് പേര് മാത്രമേ ഉള്ളൂ. വെള്ളം വളരെ വളരെ കുറവായിരുന്നു നമ്മൾ പോയ ആ ഒരു സീസണിൽ. ചിലപ്പോൾ ഇതിൽ സീസൺ സമയമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇത് അടിപൊളിയായിരുന്നിരിക്കും ഈ വെള്ളച്ചാട്ടം കാണാനൊക്കെ. അപ്പോൾ സീസൺ ഏത് സമയത്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അത് ചോദിക്കാനും വിട്ടുപോയി. ഈ ബാക്സ് വാട്ടർഫോൾ ഏത് സീസണാണെന്ന് അറിയാമെന്നുള്ളവരുണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ ബാക്സ് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ സ്കൈ സൈക്ലിങ്ങും പിന്നെ സിപ്പ് ലൈനും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര രൂപയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ സിപ്പ് ലൈനൊക്കെ അടിപൊളിയായിരിക്കും. നമ്മൾ നിൽക്കുക തന്നെ 2 പേരിങ്ങനെ സിപ്പ് ലൈനിൽ കൂടെ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നില്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ ഇത്രയും ദൂരം നടന്നിട്ടേ ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വെറുത്തല്ല അത്രയും ദൂരം നടന്ന് പോകുന്നത്. ഓ, ആ വീട് മരവും കണ്ടോ അല്ലേ, ഒരു പ്രത്യേക. നമ്മളിതാ തിരിച്ച് വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഡ്രെയിനേജ് ഗ്രില്ലുണ്ട് കേട്ടോ. ഇവരിങ്ങനത്തെ രീതിയിൽ ഗ്രില്ലടിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ പുറത്തൂടെ നല്ല സുഖമായിട്ട് നടക്കുകയും ചെയ്യാം. വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴുകി പോവുകയും ചെയ്യും. അതൊരു പ്ലസ് പോയിൻ്റാണേ. 4 ചായ പയ്യ കടയിൽ കയറിയിട്ടുണ്ട് ചായ കുടിക്കാനായിട്ട്. ചായയും എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കണം, നോക്കട്ടെ. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡെന്ന് പറയുന്നത് മോമോസാണ്. പുള്ളിക്കാരൻ ചായ ഇടാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ പാത്രമൊന്നും കഴുകിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, വൃത്തിയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ പറയാം നമ്മളൊരു ആശ്വാസത്തിന്, അല്ല അതിന് എന്ത് ചെയ്യായി. ചായ ഉണ്ടാക്കണത് നോക്കേ, ഒരു ഇഞ്ചിയൊക്കെ ഇട്ടാണ് ചായ ഉണ്ടാക്കണത്. അത് കുഴപ്പമില്ല. പക്ഷേ ഈ പാത്രം മാത്രം കഴുകിയിട്ടില്ല അവർ. എനിക്ക് വേണമെങ്കിൽ എപ്പോഴെപ്പോഴും ചായ ഇടണതില്ല, അതുകൊണ്ടാണ് കഴുകാത്തതല്ല, വേറെ ഒന്നുമില്ല. പഞ്ചസാര, ഇവിടെ പഞ്ചസാര ഇത്തിരി അത്യാവശ്യം വലുതാണ്. ആ പിന്നെ വേറൊരു കോമഡി ഉണ്ട്, മാറി ഞാൻ കാണിച്ചു തരാം. അത് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുമെന്ന് അറിഞ്ഞൂടെ എനിക്ക്. അയ്യോ അതിപ്പോൾ ഇവിടെ ഇല്ല. അതാ എഴുതി വെച്ചിരിക്കുന്നത്, നോ സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ് എന്ന് എഴുതി വെച്ചിരിക്കില്ലേ അവിടെ. സൂം ചെയ്ത് കാണിച്ചു തരാമേ.
കണ്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ നേരെ താഴെ നിന്നിട്ട് ഒരാൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ, നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി. പക്ഷേ അത് ഞാൻ ഫോട്ടോ എടുത്തില്ല. പക്ഷേ വിദേശത്തുള്ള ഒരുപാട് ആൾക്കാരിവിടെ വരുന്നതല്ലേ, അവരിൽ ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നത് കണ്ടുണ്ടായിരുന്നു. ഈ ബോർഡിനെയും അവരെയും കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ സന്തോഷം പോലെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതാണ് പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഈ നോ സ്മോക്കിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡായിട്ട് നോ പാർക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേര് ബൈക്കും പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റുമായിരുന്നേ. പക്ഷേ എനിക്ക് ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ അത് മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ വിദേശത്തു നിന്ന് ഒരുപാട് പേര് വരുന്നതല്ലേ, അവർക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഒരു അത്ഭുതമായിരുന്നു. അവരുടെ നാട്ടിൽ നിയമമൊന്നും ഇങ്ങനെ ലംഘിക്കൂലല്ലോ, പക്ഷെ നമ്മളെ നാട്ടിലത് നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി. नेक्स्ट मैम जा रहे हैं हम डल लेक और नड्डी व्यू पॉइंट. सनसेट. हाँ जी सनसेट ही भाई, पर वेदर साफ नहीं है. ഓക്കെ, അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ നാഡി വ്യൂ പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. എൻ്റെ ബാക്കിലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും, സത്യം പറയത്തില്ല. എന്നിട്ട് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ വ്യൂ. നമ്മളീ കാണുന്നത് ഹിമാലയൻ മൗണ്ടൻസ് ആണ്. സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. തണുപ്പെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. സൂപ്പർ കേട്ടോ, ഇവിടെ നിങ്ങൾ ഒരിക്കലെങ്കിലും വരണം. കുറച്ചുകൂടെ വൈഡിൽ കാണിച്ചു തരാം. ഇവിടെ ധരംശാലയിൽ വരുന്നവർ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലവും കൂടെയാണ് കേട്ടോ ഇത്. നമ്മൾ തിരിച്ചതാ ഇനി നേരെ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ, നമ്മുടെ ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പോൾ അതാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എനിക്ക് 10-20 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ബയ്യെ വിളിക്കണം, ഡ്രൈവർ ബയ്യെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട്. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. അതുതന്നെ വിഷ്വൽസും അടിപൊളിയാണ്. സമയം ഏതാണ്ട് 6 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ 7:30-8 മണി വരെയാണ് നമുക്ക് വണ്ടിയുള്ളത്. 7:30-8 മണി വരെയാണ് നമുക്ക് വണ്ടിയുള്ളത്. 8 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. 8 മണി വരെ നമ്മൾ എവിടെ വേണമെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകും. ഈ പറഞ്ഞ 10 സ്ഥലത്തും എവിടെ വേണമെങ്കിലല്ല, ഈ പറഞ്ഞ 10 സ്ഥലത്തും കറങ്ങാൻ കൊണ്ടുപോകും കേട്ടോ. നമ്മളത് ഇപ്പോഴേ കാണുന്നില്ല, ഇത് ഡൽ ലേക്കാണേ. നമ്മുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നതാണ് പറഞ്ഞത്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് പോണ്ട് പോലെയല്ലേ ഇരിക്കുന്നത്, പക്ഷേ അല്ല, ഇത് ലേക്കാണ്. ഇതോ അവിടെ നിന്ന് വെള്ളം വരുന്നത് കണ്ടില്ലേ, ആ ഒരു ഭാഗത്തു നിന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചിട്ട് കണ്ടോ. അതാണ് ഇതിന് ലേക്ക് എന്നവർ പറയുന്നത്, ഡൽ ലേക്ക്. ലേക്കിൻ്റെ പേരാണേ. ഇപ്പോഴോക്കെ ഓക്കെ ഭയ്യ ജോ. നമ്മളെ വ്യൂ പോയിൻ്റ് തൊട്ട് താഴെ തന്നെയാണ് ഈ ഒരു ലേക്ക് വരുന്നത്. ഇവിടുത്തെ മരങ്ങൾ കണ്ടോ, നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട്. നമ്മളിത് ഇപ്പം നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്റ്റേഡിയത്തിലോട്ടാണ്. സ്റ്റേഡിയത്തിൻ്റെ അകത്തുനിന്ന് കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് സ്റ്റേഡിയം ഒന്ന് കണ്ട് തിരിച്ചു വരാം. ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയം. സ്റ്റേഡിയം അടിപൊളി കേട്ടോ. ഇതാണ് നമ്മുടെ ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയം. പക്ഷെ അകത്ത് കയറാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ടേ. ഇന്ത്യയുടെ കളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിനെ വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ ഭയ്യ, ഓക്കെ. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഇവിടെ കളി നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് കളി കാണണം. പിന്നെ വേറൊരു നമ്മളെ തിരുവനന്തപുരത്ത് വെച്ച് കളി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നും വരാൻ തോന്നാത്തത്. പിന്നെ ടെസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. അപ്പോൾ നമ്മളിനി അടുത്ത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് വാർ മ്യൂസിയം ആണ് കേട്ടോ. നമ്മളിത് വാർ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. വാർ മ്യൂസിയം ക്ലോസ് ചെയ്ത് കേട്ടോ 5 മണിക്ക്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വാർ മ്യൂസിയം. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിലൊക്കെ നമുക്ക് വരണം. ഓക്കെ ഭയ്യ, ടീ ഗാർഡൻ സ്ട്രൈറ്റ് ചെല്ലുക. അങ്ങനെ വാർ മ്യൂസിയം പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ കേട്ടോ, അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും അതാണ്. അല്ല അതുമല്ല, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ധരംശാല ഇല്ല. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കറങ്ങണമെന്നുള്ളൊരു ഉദ്ദേശം ഇല്ലല്ലോ ധരംശാലയിൽ.
ഇത്രയും കിട്ടിയത് തന്നെ വലിയൊരു ബോണസ് പോയിന്റ് ആണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ധരംശാലയിൽ വരിക, ഒരു ദിവസം കൊണ്ട് ഇവിടെ ദലൈലാമ ടെമ്പിളിൽ പോവുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മനസ്സിൽ. പക്ഷേ ബാക്കി സ്ഥലങ്ങളൊക്കെ കിട്ടിയത് ഒരു ബോണസ് പോയിന്റ് പോലെയാണ്. പിന്നെ കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇവിടെയുള്ള മോമോസൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ടീ ഗാർഡനിലോട്ടാണ്. ടീ ഗാർഡനിൽ പോയിട്ട് ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യും. പിന്നെ നമ്മൾ നാളെ അല്ല, ഇന്ന് രാത്രി തന്നെ ഇവിടെ നമുക്ക് ബസ്സുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ടീ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ടീ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള തേയിലത്തോട്ടം ഉണ്ടല്ലോ, അത് തന്നെ. മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. സൈഡിലൊക്കെ ഒരുപാടുണ്ട്. ഇത് പിന്നെ ധരംശാലയിലെ ടീ ഗാർഡൻ. അപ്പോൾ എന്തായാലും അതാ നമ്മളെ ധരംശാലയിൽ വന്നിട്ട് ധരംശാലയിലെ തേയിലത്തോട്ടം എനിക്ക് തോന്നുന്നു അവിടെയാണെന്ന് തോന്നുന്നു പ്ലാന്റ്. എന്തായാലും നമ്മൾ ഇതുവരെ വന്നതുകൊണ്ടല്ലേ. അപ്പോൾ അവിടെ ഒരു ചായക്കട ഉണ്ട്. എന്തായാലും ചായയും കുടിച്ചിട്ട് പോകാൻ ഇവിടുത്തെ ആണ്. അതോ ഒരു വണ്ടി വരുന്നില്ല, അതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ചായയും കുടിച്ചിട്ട് അടുത്ത് നമ്മൾ നേരെ മിക്കവാറും റൂമിലോട്ടായിരിക്കും പോകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ ചായ നമുക്ക് എല്ലാവരും ടേസ്റ്റ് ചെയ്യും. ഏത് മിക്ക ഏതാണ് ഓർഡർ ചെയ്തത്? അത് എത്രയാണ്? 110. स्पेशल चॉकलेट अगर नॉर्मल करवाना है तो फिर या फिर कार्डमम ഹോട്ട് മാൻ. ഇത് നല്ലതാണ്. ചൂടിൽ ഞങ്ങൾ എണ്ണ തണുത്താ പറഞ്ഞത്, നിങ്ങൾ ചൂട് പറ. ഇത് രണ്ടും അല്ലേ? അപ്പൊ എനിക്കിത് മതി കേട്ടോ. സ്ട്രോങ് 9 സ്പൈസ് ചായ नॉर्मल ഫസ്റ്റ് ഫ്ലഷ് എന്ന് പറയുമ്പോൾ ആദ്യം എടുക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. സാധാ ചായയുടെ ഇത് നിതിൻ ഓർഡർ ചെയ്ത ചായയാണ്. ഇത് കുടിച്ചോക്കെ എങ്ങനെ ഉണ്ടെന്ന്. ചോക്ലേറ്റ് ടീ. ഇതും കൊള്ളാം. പക്ഷെ ഒരു ചോക്ലേറ്റിന്റെ കൂടുതലും ചോക്ലേറ്റിന്റെ ഫ്ലേവറാണ് മുന്നേ നിൽക്കുന്നത്. ആടാ ഇതിന്റെ ഇത് മിക്കിയുടേതായിരുന്നു. ഇത് ഞാൻ കുടിച്ച് നോക്കിയേ. ഇതാണെങ്കിൽ കോൾഡ് ചായയാണ്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ പറഞ്ഞു തരാൻ? ഒരു ബബിൾ ടീ ആണ്. ബബിൾ ടീ കൂടെ സ്പൈസും ചെറിയൊരു സ്പൈസിനെസ്സും നമുക്ക് ഫീൽ ചെയ്യാം. കോൾഡ് അടിപൊളി. അടുത്ത് എൻ്റെ ചായ ഞാൻ ഓർഡർ ചെയ്തത് ഇതാണ്. പക്ഷെ ഇത് അടിപൊളി കേട്ടോ. ഇത് ചൂടും ആ സ്പൈസിയും വരുമ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് കുടിക്കാൻ പറ്റിയ ചായ. ഇതിന്റെ പേരെന്താണ്? അത് 9 സ്പൈസ് ടീ. 9 സ്പൈസ് ടീ എന്നാണ് ഇതിന്റെ പേര്. ഇത് അടിപൊളി. ഇത് ആരുടെയാണ്? ഇത് രാഹുൽ ഓർഡർ ചെയ്തല്ലേ? ഓക്കെ. കാടമൻ എന്ന് പറഞ്ഞാൽ ഏലക്ക ഇട്ട ചായ. നോക്കട്ടെ. ഇനി എല്ലാവരും അവരവരുടെ ഇതും കൊള്ളാം. പക്ഷെ ഏലക്കയാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ ഇതില്. നിങ്ങളുടെ വരാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തണുപ്പും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ട്. ഒരേ ഫ്ലേവർ ആണ്. പിന്നെ ബബിൾ ടീ ആണെന്നുള്ള ഒരു വ്യത്യാസം. അത്രേ ഉള്ളൂ. ഇതിൽ എന്തോ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ബബിൾസ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ തിരിച്ച് വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീ ഗാർഡനിലുണ്ടല്ലോ, ടീ ഗാർഡനിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ വന്നേ. മന്ദിറിലോട്ട് പോകാൻ പറ്റിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം വൈകിയത് കൊണ്ട് നടവൊക്കെ അടച്ചാണ്. അതുകൊണ്ട് പിന്നെ അവർക്ക് കയറി തൊഴാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആണോ? അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ പുള്ളിക്കാരന് കാശ് കൊടുക്കണമല്ലോ, അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ രാഹുൽ പൈസ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഏതാണ്ട് ഒരു 12 മണി തൊട്ട് ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 7:30 ആയില്ലേ? അപ്പോൾ 7:30 വരെ ഭയ്യാണ് നമ്മളെ കൊണ്ട് നടന്നത്. ഭയ്യ शेखर ഓക്കെ ശേഖർ. ഓക്കെ ഭയ്യ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും ഭയ്യയുടെ നമ്പർ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടിരിക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഇവിടെ ധരംശാലയിൽ വന്നിട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഭയ്യയെ വിളിച്ചാൽ മതി. കൊള്ളാം. അത്യാവശ്യം കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കൊണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 10 സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ പറ്റും. ഇന്ന് പിന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒന്ന് ഞായറാഴ്ചയല്ലേ.
ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പെട്ട് കിടന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ എനിക്ക് വേണമെങ്കിൽ നമ്മൾ 2-3 സ്ഥലങ്ങളിൽ മാത്രമേ പോകാത്തതായിട്ടുള്ളൂ. പിന്നെ സ്റ്റേഡിയമൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എങ്കിലും നമ്മളെ കൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. പക്ഷെ അങ്ങനെ ആരും കാണിച്ചു തരില്ല, അടച്ചെന്ന് പറഞ്ഞിട്ടേ നമ്മളെ ഒഴിവാക്കാൻ നോക്കുമെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല, നമ്മളവിടെ കൊണ്ട് കാണിച്ച് അടിപൊളിയായിരുന്നു. രാത്രിയായിട്ടും ടീ ഗാർഡനിലൊക്കെ കൊണ്ടുപോയില്ലേ അല്ലേ? വേണമെങ്കിൽ പറയാമെന്നില്ല, അവിടെ അടച്ച് ഇനി പോയിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ. 2500 രൂപയേ ഉള്ളൂ കേട്ടോ ഈ 10 സ്ഥലത്തിനും കൂടെ. നമ്മൾ 4 പേരുണ്ട്, അപ്പോൾ ഒരാൾ 625 രൂപ വെച്ചിട്ടാൽ മതി. അതാണ്, സ്വന്തം വണ്ടി ഉണ്ടെങ്കിലും പെട്രോൾ അടിക്കാൻ തന്നെ അത്രയും പൈസ ആവൂലേ, അതാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് ഇവിടെ നിന്ന് ബസ്സുണ്ട്. അപ്പോൾ ഞാനത് ഏത് സ്ഥലത്തോട്ടാണെന്ന് പറയണില്ല, നമുക്ക് ബസ്സിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നാളെ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.